അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ്, ഇന്നത്തെ യാത്ര എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് 10-12 ദിവസത്തിന് ശേഷം മക്കളുടെ അടുത്തേക്ക് പോകണം. ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രയും ദിവസം വിട്ടു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് കുട്ടികളുടെ അടുത്തൊക്കെ പോട്ടെ. ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഒരിക്കലുള്ള മുട്ടായി ഒക്കെ വാങ്ങിക്കാണ്ട് സിനുവിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് ദിവസമായിട്ട് വീഡിയോയിൽ വല്ലൊന്നുമില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ കാണിക്കാം. എന്തായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അൽഹംദുലില്ലാഹ്, അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ മക്കളെ, എൻ്റെ കുട്ടി ഇവിടെ എത്തി. എൻ്റെ കുട്ടി എന്തൊക്കെ പഠിച്ചു എന്നറിയോ? അലേഹ, നൗഫലേ പറ, നൗഫലേ പറ, ചെറിയൊക്ക നൗഫലേ പറ, നൗഫലേ പറ, നൗഫലേ എന്ന് പറ, പറേ നൗഫലേ എന്ന് പറ, നൗഫലേ എന്ന് പറ, നൗഫലേ എന്ന് പറ, ചൊപ്പലേ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല, നൗഫലേ കം കം എന്ന് പറ, നൗഫലേ കം കം എന്ന് പറ, നൗഫലേ എന്ന് പറ, നോക്ക് ഇങ്ങോട്ട് കം കം എന്ന് പറ. ഇന്നൊരു ഹായ് പറ എല്ലാരോടും, ഒരു അവ കൊടുത്താ. സുഖാണോ വെച്ചോക്ക്, സുഖാണോ വെച്ചോക്ക്. അബൂന്ന് വിളി, അബൂ വിളി, അബൂ. ചക്കരേന്ന് പറ, സിനോന്ന് പറ, സിനോന്ന്. ഒക്കെ പഠിച്ചു. വാ വാ സിനു അതാ ഒക്കെ റെഡി ആയിട്ട് ഇപ്പൊ വീട്ടിൽ കൊള്ളില്ല. വീട്ടിക്ക് നാളെ പോകുന്നുള്ളൂ അല്ലേ. ഐബു വരുന്നു, ഐബു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് സ്റ്റിച്ചിങ് യൂണിറ്റിലാണ്. ഒരുപാട് ആളുകളുടെ ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ റെഡിമെയ്ഡ് ഇറക്കണോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ബാക്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ല ക്വാളിറ്റിയിൽ ഡ്രസ്സ് കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട് കേട്ടോ. അപ്പോൾ അതിന് ഉള്ള ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ തന്നെ ഓൺ സ്റ്റിച്ചിങ് ആവുകൊണ്ടും നമ്മൾ തന്നെ ഓൺ ഡിസൈനിങ്ങും എല്ലാം ആവുകൊണ്ടുമാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ നല്ല ക്വാളിറ്റിയിൽ കസ്റ്റമേഴ്സിന് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് നിങ്ങൾ കണ്ടോളി. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇറക്കിയ ജോർജറ്റിൻ്റെ വരുന്നതല്ലേ, ജോർജറ്റ് ഡ്രസ്സാണ് വരുന്നത്. അതിൻ്റെ റീസ്റ്റോക്ക് ഇറക്കി കൊടുക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു ഡ്രസ്സിന് ഉണ്ടായിരുന്നു അല്ലേ. എത്രയോ ആൾക്കാർ. ആ, നല്ല സുഖമാണ്. ഈ ഒരു മഴക്കാലത്തൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ നല്ല സുഖമാണ്. അതേപോലെ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ഇത് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിങ്ക് ഉണ്ട്, അതേപോലത്തെ ഇതുണ്ട്. ഇനി നിങ്ങൾ എന്താക്കരുത്, ഇത് റെഡിമെയ്ഡാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാൽ ലോട്ടാണെന്നൊന്നും പറയാൻ നിൽക്കരുത്. നമ്മളിത് ഡയറക്റ്റ് കാണിച്ച് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നെക്ക് അടിക്കാനുണ്ടാവും. നമുക്കെന്താ വെച്ചാൽ ഇത്രയും പക്കാ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടിയല്ല. നമ്മളുടെ ലോഗോ വെച്ചെങ്ങാണ്ട് ഈ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ട് ഇതിൻ്റെ പിന്നാലെ എടുക്കുന്നുണ്ട്. കാരണം ഒരു കസ്റ്റമറല്ല നമുക്ക് ആവശ്യം, നിങ്ങൾ വാങ്ങിയവർ തന്നെ വീണ്ടും വാങ്ങണം. അപ്പോൾ ഇത് നമ്മളെ യൂട്യൂബ് കണ്ട് വാങ്ങിയിട്ടുള്ളവരെന്തായാലും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കണം എന്താണ് നമ്മുടെ മെറ്റീരിയലും നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അതേമാതിരി ഡയറക്റ്റ് കാണിച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രൊമോഷൻ ചെയ്യുന്നതുകൊണ്ട് ഇവരൊക്കെ പ്രൊമോഷൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ സ്വയം ബിസിനസ് ചെയ്യുമ്പോൾ ഇത് എന്താണ് അതുപോലെ പ്രൊമോഷൻ പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പക്കാ ക്വാളിറ്റിയിൽ, പക്കാ മെറ്റീരിയലിൽ, പക്കാ സ്റ്റിച്ചിൽ ചെയ്യിപ്പിക്കുകയാണ് കാഴ്ച. ഞങ്ങൾ വീട്ടിലെത്തി. ഇവിടെ ആരൊക്കെ ഉള്ളത്? അലേഹ, ഐബു, മലാര. മൊത്തത്തില് നഴ്സറിയില് വിട്ടമാരി കൂടെ അല്ലേ. ആ നഴ്സറി സ്കൂളിൽ നിന്ന് ആ ടീച്ചറൊക്കെ വിളിച്ചുതരാം. അംഗനവാടിയില് കഞ്ഞി ടീച്ചർ കഞ്ഞി കൊടുക്കണ മാതിരി ഉമ്മ ഒരു പാത്രം കൊടുത്തിട്ട് ഏതിനാ കൊടുക്കേണ്ടത് ആലോചിച്ച് നടക്കുകയാണ്. ഇത് കഴിച്ചോ? അതിന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മാക്ക് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കണം. ആദ്യം അലയക്ക് കൊടുക്കണേ. അലയക്ക് എന്തേ മണ്ടിയാണ്. അത് മണ്ടി കളിക്കുക, ഓരോടത്ത് ഒതുങ്ങി ഇരിക്കില്ലേ. ഇനി ഇവിടെ വേറെ ഒരുത്തുണ്ട്. ഇങ്ങോട്ട് എന്താ ഇവിടെ പണിയണേ? എന്താ പണിയണേ? എന്താ പണിയണേ? ഐബൂനൊരു അവ കൊടുത്താ, ഐബൂനൊരു അവ കൊടുത്താ. കൊടുക്ക് ഐബൂനൊരു അവ കൊടുക്ക്. അതാരാ നോക്ക്. ഐബൂനൊരു അവ കൊടുക്ക്. അവ കൊടുക്ക. ഐബൂന്
എവിടെയായിരുന്നു മക്കളെ? എത്ര ദിവസം, കൊറേ ദിവസമായിട്ട് പോയിട്ട് കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാക്ക് പരാതിയായിരുന്നു. കിട്ടിയില്ലേ? ഇതാ വന്നിരിക്കുന്നു തോറ്റ് തുന്നമ്പാടി നിങ്ങളെ പേരക്കുട്ടി. എന്താ തോറ്റിക്കണ്? ഇതാ അതോക്കടി ഇങ്ങോട്ട് നോക്ക്, അലയെ നോക്ക്. അലയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ ജോയ്സിന്റെ വീഡിയോ എടുക്കാണെന്ന് കരയും. അതൊന്നും ഓർമ്മല്ലേ? എന്താ തിങ്ങനെ? അതിന് മുരിങ്ങ കൂട്ടാനും ചോറുവോ? മുരിങ്ങച്ചാറും ചോറും. ഇറച്ചി കഴിഞ്ഞോ? ഉണ്ട്, വൈകുന്നേരം വെക്കണം. എന്താക്കിയൊക്കെ ഇറച്ചി പറയാം. അതെ, അത് രണ്ടാമത് തിരിച്ചു കൊടുക്കണം. ഇതിവിടെ എത്തിയോ? ഇതിവിടെ എത്തിയോ? ഇതിപ്പോ തന്നെ മണ്ടെന്ന് തോന്നല്. ഇതാണ്ടോ നീച്ച് നിൽക്കോ? എന്തൊക്കെയോ കാട്ടുകയെന്നറിയോ? പുലിവാലാണ് ഇവിടെ, പുലിവാൽ മീഡിയ അല്ലേ? പുലിവാലാണ്, പുലിവാല്. ചോറ് കൊടുത്താണി. ചോറുന്നു ആ ഇപ്പൊ തിന്നൊക്കെ ചെയ്തു. ഇതിന് പിന്നെ പിന്നാലെ വരണം. ഞാൻ പെങ്ങളുടെ കൂടെ നോക്കി നടക്കുക. മാമു ആ തൊള്ള തുറന്നെ. അതെ, ഞാൻ വണ്ടി എന്ന് കഴിയോ അന്ന് ഇവിടെ മഴയാണ്. എന്താ ചെയ്യാ? മഴക്കാലത്ത് മഴ പെയ്യേ. മഴക്കാലത്ത് മഴ പെയ്യുന്ന പറഞ്ഞാൽ ഈ കറുത്ത വണ്ടി എടുത്താലാണ് മനുഷ്യൻ കുടുങ്ങിന്ന് പറഞ്ഞ മാതിരി ഈ കറുപ്പില് വേഗം ചളി ആയാലും അറിയുന്നുണ്ട്. കാണാനൊക്കെ രസമാണ്, കൊണ്ടുനടക്കാനാ പണി. കറുത്തോലിക്ക് ചളിയായി അറിയില്ല. കറുത്തോലിക്ക് ചളിയായി അറിയില്ലേ? കറുത്തോലിക്ക് ചളി ആയാലും അറിയാം. തോണ്ടലാണെങ്കിൽ എളുപ്പം അറിയും. കറുത്തോലിക്ക് ചളിയായ വേഗം അറിയും. ഇപ്പൊ വണ്ടിമ്മ കാണാല്ലേ? എങ്ങനെ വണ്ടികളറിയും, നമ്മളറിയില്ല. അതെന്ത്? എല്ലാവർക്കും കറുപ്പിൽ എന്തായി കഴിഞ്ഞാലും അറിയും. കറുപ്പില് വര വീണാ ചെലപ്പോ അറിയില്ല, അറിയാൻ മതിയില്ല. അതിനെ തുണി ഇട്ടിട്ടുവാ. ഓക്കെ ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി ചെറിയുള്ളി അരിയുന്നുണ്ട്. എന്താണ്? പുളിച്ചാറ്. പുളിഞ്ചാറാ? പുളിഞ്ചാറ് എത്തിയോ? അല്ല, ഇവിടെ കുറെ സാധനങ്ങളൊക്കെ തിന്നാൻ തന്നിരുന്നല്ലോ. ആ ബീഫ് എന്തിനായാലും ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി കൂടെ? എവിടെ? നെജ്ജൂറ്റിക്ക് നടന്നു പോയ ബീഫാ പോച്ച. നല്ല എല്ലൊക്കെ ഇട്ടിട്ട് ഇന്ന് നല്ല പുളിഞ്ചാറും ബീഫ് കൂട്ടാനും ഉണ്ടോ? വാഴക്കപ്പേരി മക്കൾ ബീഫ് കൂട്ടുവോ? കൂട്ടാലോ? അതിന് ഓക്ക് ബീഫ് ഇഷ്ടല്ലോ. ബീഫ് ഇഷ്ടല്ലാത്തോലെ ബീഫ് കൂട്ടുക. ബീഫ് എങ്ങനെ കൂട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലക്കാട് ബേക്കറിയില് പൊരിക്കണ മാതിരി പൊരിക്കണം. എനിക്ക് പൊരിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല പീസ് ഉണ്ടോ അതില്? നല്ല എല്ലില്ലാത്ത പീസ് ഉണ്ടോ? എവിടെ എവിടെ എല്ലില്ലാത്ത പീസ്? അത് എങ്ങനെ പുള്ളി എന്താണ് അത്? നല്ലൊരു കഷ്ണമുള്ളതാണ്. നല്ലൊരു കഷ്ണം അതിലിട്ടാ എന്നാ ഇങ്ങനെ കറക്റ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഒലീവ് ഓയില് പൊരിക്കട്ടോ. ഒലീവ് ഓയിൽ ഇല്ല, എനിക്ക് കുറച്ചുള്ളൂ. ഒലീവ് ഓയില് കുറച്ചുള്ളൂ ഞാനിപ്പോ അറുത്തിട്ട് ഇതുവരെ ഞാൻ ഒരു കഷ്ണം തിന്നിട്ടില്ല. ഞമ്മക്ക് തിന്നാൻ പാടില്ലാന്നൊക്കെ പറഞ്ഞാലും ഒരു പറയുന്നുണ്ട്. പലവരും പലതെന്ന് പറയുന്നത്. നിജാസിന്റെ പൊതിയാണ്. പിന്നെ കുറെ പേര് സോഫിക്ക് എന്താ ഇല്ലേന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മള് സോഫി പോണതിന് മുന്നേ സോഫിയോട് പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞിട്ട് പോവാം, അപ്പൊ മക്കൾക്ക് സ്കൂളാണ് നമ്മൾ വണ്ടിയതാണ്. എങ്ങനെ പൈസ കൊടുക്കുന്നത്? ഒരു കിലോ ഇറച്ചി വാങ്ങിക്കോണ്ട് പൈസ കൊടുത്തു. ഒരു കിലോ ഇറച്ചി വാങ്ങിക്കൊണ്ട് അതങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും തന്നെ കൊടുക്കണ്ടേ? ഇപ്പൊ ദൂരക്കാരെന്താ ചെയ്യാ? ദൂരക്കാരെന്താ ചെയ്യാന്നല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ മക്കള് പറഞ്ഞാൽ നമുക്ക് ശങ്കം ഇറങ്ങൂല. ചങ്കില് മുള്ളിരുന്ന മാതിരിയാണ്. ഒരു പോയി കിട്ടിയില്ല. ചെറിയവരൊക്കെ അങ്ങനെ, ചെറിയൊരു പോയി പണിയൊക്കെ. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളൊരു ബെസ്റ്റ് മദർ അവാർഡ് കിട്ടേണ്ട ആളാണ്. എന്റെ മക്കള് വെച്ചിട്ട് ഞാൻ അത്ര കാലം ജീവിച്ചിരിക്കണ്. അതാണ് ആ കുളത്തിൽ അത് വേറെ. എന്റെ മക്കള് വെച്ചിട്ട് ഇത്ര കാലം ജീവിച്ച ആളാണ് ഒക്കേനും കൊണ്ടുപോയിട്ട് കുളത്തിൽ കൊണ്ടുപോയിട്ടത്. അത് പറഞ്ഞ അത് ചെറു ബുദ്ധിമോശം വന്നു. അള്ളാഹിനോട് ഞാൻ തൗബ പറഞ്ഞു വീട്ടി. അപ്പൊ ഗൈസ് എന്റെ മക്കള് വെച്ചിട്ട് ഒപ്പീനും കൊണ്ടുപോയിട്ടേ നല്ല കാലം ആ കുളത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വിഷമാണെന്നുണ്ടെങ്കില് തിന്നാൻ കൊടുത്തതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് കുളത്തേക്ക് എത്തുമ്പോഴല്ലേ അറിയുള്ളൂ. ഇത് വെള്ളം മുങ്ങുമ്പോ കുറച്ച് സമയം കിട്ടി. വേറെ വല്ലതാണ് ബുദ്ധിമോശത്തിൽ ചെയ്താ ഇപ്പൊ ഇന്ന് വ്ളോഗ് എടുക്കാനും ഇത് ഈ കത്തി ചെയ്യാൻ അതാ കള്ളക്കരിച്ചിലേർത്തി വന്നിട്ടുണ്ട്. എന്താണ് കള്ളക്കരച്ചിലേർത്തിനെ കാണിച്ചതാ. ഒരു ഡാൻസ് കളിച്ചാൽ നോക്കട്ടെ, ഒരു ഡാൻസ് കളിച്ചാ അപ്പൻ്റെ കുട്ടികൾ ഡാൻസ് കളിച്ചാ. ഗായ്സ് അങ്ങനെ കുട്ടികളും മക്കളൊക്കെ എത്തി, എല്ലാവരും എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.